കലോത്സവത്തിൻ്റെ 3-ാം ദിവസമാണ് ഇന്ന്. കലോത്സവത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ഐറ്റമുണ്ട്. ഏതാണെന്നായിരിക്കും? തിരുവാതിരക്കളി. അതെ, ഭയങ്കര കോമ്പറ്റീഷനാണ് ഈ ഒരു ഐറ്റത്തിന്. അപ്പോൾ നമുക്ക് തിരുവാതിരക്കളിയിൽ നിന്ന് തന്നെ ഇന്ന് തുടങ്ങാം. ഇവിടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് നിൽക്കുന്ന ഒരു തിരുവാതിരക്കളി ടീമുണ്ട്. നമുക്ക് അവരുടെ അടുത്തേക്ക് ഒന്ന് പോവാം. ഹലോ, റെഡി ആയിട്ട് നിൽക്കായിരിക്കും അല്ലേ? ഏതാ സ്കൂള്? SDVHS പേരാമംഗലം. അപ്പോൾ റെഡി ആയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല സുന്ദരിമണികളായിട്ട് നിൽക്കുകയാണ് തിരുവാതിരക്കളിക്കായിട്ട് അല്ലേ? അപ്പോൾ രാവിലെ തന്നെ ഫസ്റ്റ് തുടങ്ങുന്നത് തിരുവാതിരക്കളിയിൽ നിന്നാണ്. വേറെ ഐറ്റംസ് ഒക്കെ വേറെ വേദികളിലൊക്കെ പോകുന്നുണ്ട്. എങ്ങനെയാണ്, ഉഷാറാണോ? എല്ലാവരും റെഡി ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് നിൽക്കുകയാണോ? എല്ലാവരും നല്ല ഉഷാറിലാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് തരുണീ മണികളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ടീച്ചേഴ്സൊക്കെ ഉണ്ടോ? ഉണ്ട് അല്ലേ? എല്ലാവരും ആ ഒരു ആകാംക്ഷയിലാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ഐറ്റമാണ് തിരുവാതിരക്കളി അല്ലേ? പേടിയുണ്ടോ? ഭയങ്കര കോൺഫിഡൻസ് ആണ്. നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. എല്ലാവരുടെ പേരൊക്കെ ചോദിച്ച്. എന്താ പേര്? സാധിക, ദേവികൃഷ്ണ, അയന, ദിയ, തന്മയ, ദേവനന്ദ, അദ്രിജ, ആര്യന്ത, സായുജ, ദിയ. എല്ലാവരും ഒന്ന് മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. എല്ലാവരും മുന്നിലേക്ക് വന്നിട്ടും കാര്യമില്ല, എല്ലാവരും ഒരേപോലെ ഇരിക്കുന്നത്. എല്ലാവരുടെ മുഖം നോക്കും ഒരേപോലെ ഇരിക്കുന്നത്. അത് മേക്കപ്പിൻ്റെ ഒരു കഴിവാണ് കേട്ടോ. ഇവരെ യഥാർത്ഥമായിട്ടുള്ള മുഖം ഏതാണെന്ന് നമുക്ക് ഇപ്പോൾ തിരിച്ചറിയാനായിട്ട് പറ്റില്ല. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഏതാ സ്കൂൾ എന്ന് പറഞ്ഞാൽ? SDVHS പേരാമംഗലം. ഓക്കെ, അപ്പോൾ എന്തായാലും തിളങ്ങട്ടെ, സ്റ്റേജിൽ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കട്ടെ. എന്തായാലും ഇപ്പം നമുക്കൊന്നും ചെയ്യിക്കാനായിട്ട് പറ്റില്ല, കാരണം ഇവരുടെ പെർഫോം ചെയ്യാനായിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ എന്തായാലും പ്രൈസ് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവാതിരക്കളിക്ക് തൊട്ട് മുമ്പുള്ള മേക്കപ്പ് സെക്ഷനിലാണ്. ഒരു മേക്കപ്പ് റൂമിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ എല്ലാവരും കോസ്റ്റ്യൂംസ് ഒക്കെ ചേഞ്ച് ചെയ്ത് റെഡി ആയിട്ട് നല്ല സുന്ദരി മണികളായിട്ട് നിൽക്കുകയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഹലോ, ഒരു ഹായ് പറയൂ. ഹായ്. ഞാൻ എന്തായാലും നിങ്ങളുടെ എനർജി ഒന്നും കളയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ ആ ഒരു ലുക്ക് കണ്ടപ്പോൾ കയറി വന്നതാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നോക്കാനായിട്ട്. ഏതാ സ്കൂൾ? ചന്ദ്രാപിനി ഹൈസ്കൂൾ. ഓ, ഹൈസ്കൂൾ സെക്ഷനാണോ? ഹൈസ്കൂൾ സെക്ഷനാണ്. എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണോ? റെഡി ആയി കഴിഞ്ഞോ എല്ലാവരും? കുറച്ച് പേര് അവിടെ റെഡി ആവുന്നുള്ളൂ. എത്ര മണിക്കാണ് പ്രോഗ്രാം? 10 മണിക്ക്. അപ്പോൾ ഫസ്റ്റ് തിരുവാതിരക്കളിയാണ് അല്ലേ? എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ എല്ലാവരും പരിചയപ്പെടാനായിട്ട് സാധിക്കില്ല. ടീച്ചേഴ്സ് ആരൊക്കെയാണ്? ടീച്ചർമാരൊന്ന് പരിചയപ്പെട്ടാലോ? ടീച്ചറുടെ പേരെന്താ? ദിജി. ഓക്കെ, എന്താണ് പറയാനുള്ളത് കുട്ടികളെ? ഇപ്പൊ കുറച്ച് ടെൻഷനില്ല, ഒന്നും പറയാൻ പറ്റണില്ല. ഒന്നും പറയാൻ പറ്റുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറയാം. കുട്ടികളെ സമയത്തിന് കയറ്റണ്ട അവിടെ, അപ്പൊ അതിന്റെ കുറച്ച് ഹറിബറിയിലാണ്. അപ്പൊ നമുക്ക് കൂടുതൽ അവരോട് ഒന്നും ചോദിക്കാനായിട്ട് നിൽക്കാനായിട്ട് പറ്റില്ല. എന്തായാലും ഇവരുടെ ആ ഒരു ചമയം ഇങ്ങനെയൊക്കെ തന്നെയാണ് തിരുവാതിരക്കളിയുടെ. എന്തായാലും എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. സംസ്ഥാന തലത്തിൽ പങ്കെടുത്ത കുട്ടികൾ. അതെ, സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് ലെവലിൽ പോയിട്ടുള്ള ടീമാണ് ഇപ്പൊ നമ്മളോടൊപ്പം നിൽക്കുന്നത്. അപ്പൊ അതെന്തായാലും അതിലൊരു പ്രതീക്ഷ ഉണ്ടാവില്ല ടീച്ചറെ? തീർച്ചയായിട്ടും. ടീച്ചർക്ക് ഒന്നും എൻ്റെ കുട്ടികളുടെ ആ ഒരു വാശി നമുക്ക് എല്ലാവരുടെ മുഖത്തും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തിരുവാതിര പഠിപ്പിക്കുന്ന ടീച്ചർ. എങ്ങനെയുണ്ട് ടീച്ചർക്ക്? എന്താ തോന്നുന്നത് ഇവരെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ? പഠിപ്പിച്ച് കഴിയുന്നതിന് മുന്നേ നല്ല കുട്ടികളാണ്, കഴിഞ്ഞപ്പോൾ അത് ഗംഭീരം. കഴിഞ്ഞ തവണ സ്റ്റേറ്റിൽ പോയിട്ട് പ്രൈസ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇപ്രാവശ്യം എന്തായാലും ഫസ്റ്റ് കിട്ടട്ടെ എന്ന്. തീർച്ചയായിട്ടും എല്ലാവരുടെ മുഖത്ത് നല്ലൊരു കോൺഫിഡൻസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. എന്തായാലും പ്രൈസ് കിട്ടട്ടെ, എല്ലാവരും അടിച്ചു പൊളിച്ച് പെർഫോം ചെയ്ത് വരട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓ, പിന്നെ എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കും. അടിപൊളി. ഓക്കെ.